ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഒത്തിരി സന്തോഷിക്കുന്ന, ഒത്തിരി സമ്മാനങ്ങൾ കൈമാറുന്ന, ഒത്തിരിയേറെ ആഘോഷങ്ങൾ ലോകം മുഴുവൻ നടക്കുന്ന ഒരു ദിനമാണ് ക്രിസ്തുമസിൻ്റെ ദിനങ്ങൾ. യേശുക്രിസ്തു ഈ കാലഘട്ടത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പ്രത്യേക വചനമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനം. ഈ തലമുറയെ ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. അപ്പോൾ യേശു തലമുറയുടെ പ്രത്യേകത വിവരിച്ചുകൊണ്ട് പറയുകയാണ്, കുറച്ച് കുട്ടികൾ ഒരു പരാതി പറയുകയാണ് മറ്റുള്ളവരോട്. ചന്തസ്ഥലത്തിരുന്ന് ഞങ്ങൾ ഒത്തിരി പാട്ട് പാടി, പക്ഷേ ആ പാട്ടിനോട് നിങ്ങൾ പ്രതികരിച്ചില്ല. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങൾ നൃത്തം ചെയ്യുമെന്നാണ്. എങ്കിലും നിങ്ങൾ നൃത്തമൊന്നും ചെയ്തില്ല, അത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഞങ്ങൾ ഈ ചന്തസ്ഥലത്തിരുന്ന് വിലാപഗാനങ്ങൾ ആലപിച്ചു, നിങ്ങൾ കരയുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ, പക്ഷേ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞില്ല. ഈ തലമുറയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് പറയുക. എന്തിനോടും ഏതിനോടും പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു തലമുറ. നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പുൽക്കൂടിനെക്കുറിച്ച് സന്തോഷിക്കുവാൻ നമുക്കൊത്തിരിയുണ്ട്. കാരണം പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി നമുക്ക് നൽകുന്ന ഒത്തിരി വലിയ പ്രതീക്ഷകളുണ്ട്. സ്വർഗം പോലും അത് വിളിച്ചു പറഞ്ഞ്, ഇതാ സകല മാനവകുലത്തിനും സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു, രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗം പോലും ദൈവം മനുഷ്യനായി തീർന്നതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുകയും സന്തോഷിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ആ സന്തോഷ വാർത്തയിൽ സന്തോഷിക്കാൻ പറ്റിയവരുണ്ട്, സന്തോഷിക്കാൻ കഴിയാതെ പരിഭ്രമത്തിലായിപ്പോയവരുമുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഈ സന്തോഷ വാർത്ത വേണ്ട വിധം സ്വീകരിക്കാതെ പോയ മഞ്ഞുമൂടിയ താഴ്വരകളിൽ മനുഷ്യൻ സ്വസ്ഥമായി ശാന്തമായി ഉറങ്ങുന്നു. ഈ ജനിച്ചു വീണ കുഞ്ഞ് ആരുടെയും മനസ്സിൽ അത്രമാത്രം വലിയൊരു സന്തോഷം നൽകിയില്ല എന്ന് വേണം ചിന്തിക്കുവാനായിട്ട്. കുറച്ച് ദരിദ്രരായ മനുഷ്യരുടെ ഹൃദയത്തിൽ മാത്രമേ, കുറച്ച് ആട്ടിടയന്മാരുടെ ഹൃദയത്തിൽ മാത്രമേ ചെറിയൊരു പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും വെളിച്ചം വീശിയുള്ളൂ. രാജാക്കന്മാർ അവർ രക്ഷകനെ തിരയുകയാണ്. അവർക്ക് കിട്ടിയ അടയാളമാണ് സൂചന, നക്ഷത്രം. അടയാളം നോക്കി അവർ ആ ശിശുവിനെ തേടിപ്പോയി. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന പൊന്നും മൂരും കുന്തിരിക്കവുമൊക്കെ കാഴ്ചവെച്ച് അവർ തങ്ങളുടെ സന്തോഷം പങ്കുവച്ചു. ഇവിടെ ഒരിക്കൽ കൂടി നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ആ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ സമയത്ത് നാം ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശം, ദാരിദ്ര്യത്തിൻ്റെ പുൽക്കൂട്ടിൽ പറന്നു കിടക്കുന്ന ഉണ്ണിയെക്കുറിച്ചുള്ള ഒരു സന്തോഷം നമുക്കുണ്ട്. നാം ആ ക്രിസ്തുവിനെ തിരയുന്നുണ്ട്. 2000 വർഷം മുമ്പ് ദാരിദ്ര്യത്തിൻ്റെ പുൽക്കൂട് അതൊരടയാളമായി നമുക്ക് നിൽക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഇമോഷൻസ്
ഇതൊക്കെ പങ്കുവെക്കപ്പെടേണ്ട ഒരിടം അത് പുൽക്കൂടായി ബാക്കി നിൽക്കെ ദാരിദ്ര്യം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ടോ? ദരിദ്രനോടുകൂടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമാണ്. ഈ ക്രിസ്മസ് ആഘോഷത്തിന് ദാരിദ്ര്യത്തിൻ്റെ പുൽക്കൂടുകൾ തേടാൻ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടോ? ക്രിസ്തു ചോദിക്കുകയാണ്, ഈ എളിയവരൊക്കെ എൻ്റെ പ്രതിനിധികളാണെന്ന് സൂചിപ്പിക്കുന്ന അന്ത്യവിധിയുടെ വചനമുണ്ട്. ഈ ചെറിയവർക്ക് നൽകുമ്പോൾ എനിക്കാണ് നൽകുക. നമുക്ക് ചുറ്റുപാടുമുള്ള ചെറിയവരോടുകൂടെ സന്തോഷിക്കാനായിട്ടുള്ള ഒരാഗ്രഹം ഏതെങ്കിലും ഒരു ക്രിസ്മസ് നിങ്ങളുടെ ഹൃദയത്തിൽ സമ്മാനിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് ദിവസം ഈ സ്ഥാപനത്തിന് ചുറ്റുപാടുമുള്ള കുറച്ച് യുവതി യുവാക്കന്മാരെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. അവരെ വിളിച്ചുകൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ തയ്യാറാക്കി വച്ചിരുന്ന ഭക്ഷണപ്പൊതികൾ അത് ഞാനിവിടെ അനൗൺസ് ചെയ്തിരുന്നു. നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ നാളത്തെ ഭക്ഷണത്തിന് മാംസമുണ്ടാകും, വില കൂടിയ മത്സ്യമുണ്ടാവും, അത് നന്നായി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ രുചികരമായി കഴിക്കും. അങ്ങനെ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കഴിക്കാനൊരുങ്ങുമ്പോൾ അതിൽ നിന്ന് ഒരു പൊതി ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ കുറേ ആളുകൾ നല്ല പൊതികൾ, നല്ല ഭക്ഷണ സാധനങ്ങൾ നിറച്ച പൊതികൾ കരുതി ഈ ദേവാലയത്തിൽ കൊണ്ടുവന്നിരുന്നു. കുട്ടികൾ വന്നു. ഞാൻ അവരെ ഇവിടെ കൂട്ടിയിരുത്തിയിട്ട് പറഞ്ഞു, കുറച്ച് പൊതികളുണ്ട്. ഈ പൊതികളുമായി നിങ്ങൾ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഉള്ളിൽ കഴിയുന്ന രോഗികളുടെ അടുക്കിലേക്ക് പോകണം. നിങ്ങൾ പോകുമ്പോൾ ഈ പൊതികൾ നിങ്ങൾ വെറുതെ ആർക്കും കൊടുക്കരുത്. ഒത്തിരി പേര് ഒരുപക്ഷെ ഭക്ഷണപ്പൊതികൾ വെറുതെ നീട്ടിയാൽ വാങ്ങിക്കാനും, കുറേ പേരത് വാങ്ങിക്കും. ഒരുപക്ഷെ നല്ലതല്ലെന്ന് അവർക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ അവർ വലിച്ചെറിയും. നമ്മളുമൊക്കെ എങ്ങനെയാണ് നല്ലതെന്ന് ചിന്തിച്ച് ദൈവകരങ്ങളിൽ നിന്ന് പോലും വാങ്ങിയത് എത്ര പെട്ടെന്നാണ് നമ്മൾ വലിച്ചെറിയുന്നത്. പ്രാർത്ഥിച്ചു മേടിച്ച മക്കൾ, ജീവിത പങ്കാളി, അതുപോലെ ദൈവം തന്ന വിദ്യാഭ്യാസം, ജീവൻ, എന്തെല്ലാം നമ്മൾ വിലയില്ലാതെ വലിച്ചെറിയാറുണ്ട്. അതുകൊണ്ട് വിലയറിയുന്നവന് മാത്രമേ നിങ്ങളിത് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ അവർ മെഡിക്കൽ കോളേജിലൂടെ പല കുട്ടികളും പോയി തിരിച്ചു വന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നൽകിയ ഭക്ഷണപ്പൊതി നിങ്ങൾ ആർക്കാണ് നൽകിയത്? ഞാൻ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആളുകളെ തിരയണം. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആരെങ്കിലും ആ ഹോസ്പിറ്റലിൻ്റെ ഏതെങ്കിലും കോണിലുണ്ടാകും. അങ്ങനെ കുട്ടികൾ തങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ തിരഞ്ഞു പോയപ്പോൾ അവർ വന്ന് പറഞ്ഞ അനുഭവം ഇതാണ്. ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. എത്രയോ തിരക്കുള്ള ഹോസ്പിറ്റൽ. നടന്നു നീങ്ങാൻ പോലും പറ്റാത്ത വിധം ആരും ആരെയും ശ്രദ്ധിക്കാതെ തിക്കിത്തിരക്കി 4 സൈഡിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ അവരുടെ ഡ്യൂട്ടികളുമായി ഓടി നടക്കുന്നു. നഴ്സുമാർ അവരുടെ ഡ്യൂട്ടികളുമായി നടക്കുന്നു. അതിനിടയിലൂടെ രോഗികളെ തേടി നടക്കുന്നവരും രോഗികളുടെ ബന്ധുക്കളായി നിൽക്കുന്നവരുമൊക്കെ വളരെ ടെൻഷനിലാണ്. ആരെയും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വാർഡിലൂടെ നടന്ന് ചെല്ലുമ്പോൾ ഒരു വാർഡിൽ ആരെയോ നോക്കിയിരിക്കുന്നത് പോലെ ഒരു അമ്മച്ചി ഒരു ബെഡിൽ കിടക്കുന്നത് കാണാനായിട്ടിടയായി തീർന്നു. ഒരു കുട്ടി പറഞ്ഞു. ഞാൻ പ്രതീക്ഷയോടെ ആ അമ്മച്ചിയുടെ അടുക്കിലേക്ക് ചെന്നു. അപ്പോൾ ആ അമ്മച്ചി എന്നെ നോക്കി പ്രതീക്ഷയോടെ ആരാണെന്നുള്ള ഭാവത്തിൽ ചോദിച്ചപ്പോൾ പരിചയപ്പെടുത്തി. ഞാൻ ഒരു ദേവാലയത്തിൽ നിന്ന് വരികയാണ്, ഭക്ഷണപ്പൊതിയുമായിട്ട് വന്നതാണ്, അമ്മച്ചി വല്ലതും കഴിച്ചു? ആ സ്ത്രീ പറഞ്ഞു, ഇങ്ങനൊന്നും ചോദിക്കാൻ എനിക്കാരുമില്ല. ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. സന്തോഷത്തിൻ്റേതാണോ ദുഃഖത്തിൻ്റേതാണോ കണ്ണുനീരെന്ന് വിവരിക്കാൻ ആ പോയ കുട്ടിയെ കൊണ്ടായില്ല. എന്തായാലും അവൾ പറഞ്ഞു, ഞാൻ ആ ഭക്ഷണപ്പൊതി
തുറന്ന് ആ വ്യക്തിക്ക് കൊടുത്ത് സന്തോഷത്തോടെ കഴിച്ചു. ഏറെ നേരം സംസാരിച്ചു, തിരിച്ചു പോന്നു. ഈ ക്രിസ്മസിന് പിറന്നു വീണ ഉണ്ണിയെ കാണാൻ എനിക്കായി. ഇതിനു മുമ്പുള്ള ക്രിസ്മസിനൊന്നും ഉണ്ണിയെ കാണാതെ ക്രിസ്മസിൻ്റെ സന്തോഷം എവിടെയോ കെട്ടടങ്ങുകയായിരുന്നു. സത്യത്തിൽ നാം ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്ക് ക്രിസ്മസ് സ്റ്റാറുകൾ ഉയർത്തുമ്പോഴും വർണ്ണമനോഹരമായ ലൈറ്റുകൾ കത്തിക്കുമ്പോഴും നല്ല ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൂട്ടിവെക്കുമ്പോഴും നാം ഓർക്കുക, എത്ര പെട്ടെന്നാണ് ക്രിസ്മസിൻ്റെ സന്തോഷം നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് വീണ്ടും പഴയ ആ ശൂന്യതയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു ശൂന്യതയുണ്ടാകുന്നത്? സത്യത്തിൽ ഉണ്ണി നമ്മുടെ ഹൃദയത്തിൽ പിറക്കാതെ പോകുന്നത് കൊണ്ടല്ലേ? അതുകൊണ്ട് ക്രിസ്തു ചോദിക്കുകയാണ്, എൻ്റെ ജന്മത്തിൽ, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ എന്നോട് പ്രതികരിക്കുന്നുണ്ടോ? ചന്തസ്ഥലത്തിരുന്ന് പാട്ടുപാടുന്ന കുട്ടികൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നൃത്തം ചെയ്യാൻ പറ്റുന്നുണ്ടോ? സത്യത്തിൽ ക്രിസ്തു ഹൃദയത്തിൽ പിറന്നവന് ജീവിതത്തിൽ എന്നെങ്കിലും നൃത്തം ചെയ്യാതിരിക്കാൻ സാധിക്കും? എന്നെങ്കിലും അവൻ്റെ സന്തോഷം അസ്തമിക്കുമോ? ദൂർത്തനായ മകൻ തിരിച്ചു വന്നപ്പോൾ വീട്ടിലെ നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും സ്വരം പോലെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഒരിക്കലും നിലയ്ക്കാത്ത സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവങ്ങൾ, നിലയ്ക്കാത്ത അനുഭവങ്ങൾ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ എത്ര പെട്ടെന്നാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അനുഭവങ്ങൾ നഷ്ടപ്പെടുക? ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഒരിക്കലൊരു മനുഷ്യനോട് ചോദിച്ചു, ഞാൻ മിക്കവാറും എല്ലാ വർഷവും ധ്യാനം കൂടാറുണ്ട്. ധ്യാനം കൂടിക്കഴിയുമ്പോൾ എനിക്ക് നല്ല അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥനയിൽ കോരിത്തരിക്കുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ എനിക്ക് കണ്ണ് അടച്ച മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ചില ധ്യാനങ്ങൾ പറ്റിയിട്ടുണ്ട്. എൻ്റെ പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ആളുകളെ ധ്യാനം കൂടി ഇറങ്ങിയിട്ട് കണ്ടിട്ടുണ്ട്. അനേകം ധ്യാനങ്ങൾ നടത്തിയപ്പോൾ അവിടെയും ഇതുപോലെ ആളുകൾ നല്ല അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്ത് ആ സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ പലരെയും കാണാറുണ്ട്. അവരൊക്കെ പറയാറുണ്ട്, പിതാവ് വന്ന് ധ്യാനം നടത്തിയിരുന്ന കാലത്ത് നല്ല സന്തോഷമായിരുന്നു ആ ധ്യാന ദിവസങ്ങൾ, പക്ഷേ പിന്നീട് അതങ്ങ് പോയി. ചിലരൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ ഈ അനുഭവങ്ങൾ പോകുന്നത്? ഒരിക്കലും ഒരാൾ ചോദിച്ചു, തിരുമേനി, ഞാൻ ധ്യാനം കൂടുമ്പോൾ എനിക്ക് ഒരു 2-3 മാസം വരെയൊക്കെ ദൈവാനുഭവം നിലനിൽക്കാറുണ്ട്. അതുകൊണ്ട് തിരുമേനിയുടെ ഈ ധ്യാനത്തിൻ്റെ വാലിഡിറ്റി എത്ര മാസം കിട്ടും എന്നോട് ചോദിക്കാനിടയായി തരുന്നു. 5-6 മാസമെങ്കിലും പുള്ളി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരാഴ്ച ലീവ് എടുത്ത് ധ്യാനമൊക്കെ കൂടിയതിൻ്റെ ഒരു അനുഭവം ഒരു 6 മാസമെങ്കിലും നിലനിന്നില്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ചിന്തയാണ്. ചിലർ ആ ഒരു വർഷത്തിൽ 2-3 ധ്യാനമൊക്കെ കൂടാറുണ്ട്. എന്നിട്ടും അവരുടെ ഒന്നും ദൈവാനുഭവം നിലനിൽക്കുന്നില്ല. സത്യത്തിൽ നമ്മുടെയൊക്കെ അനുഭവങ്ങളും സന്തോഷങ്ങളും ആനന്ദങ്ങളുമൊക്കെ, സ്വർഗീയ ആനന്ദങ്ങളുമൊക്കെ നമ്മുടെ നെഞ്ചിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനായിട്ട് കാരണം സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ണി പറന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ക്രിസ്തു നമ്മളിൽ ജനിക്കണം. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ, നിങ്ങൾക്കിടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഈ ക്രിസ്മസിനെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ണി പറക്കണം, നമ്മുടെ ഉള്ളിൽ വചനം പറക്കണം, വചനം മാംസമാകണം. അതിനായി നമ്മൾ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ കുറച്ചൊന്ന് അഴിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ശാലോം TV-യുടെ അതുപോലെ മറ്റ് ക്രൈസ്തവ ചാനലുകളുടെ മുമ്പിൽ നമ്മളിരുന്ന് എത്രയോ ശ്രദ്ധയോടുകൂടിയാണ് വചനം കേൾക്കുന്നത്. ഈ ക്രിസ്മസിന് നമുക്ക് നമ്മുടെ കേൾക്കുന്ന ഈ TV-യുടെ മുമ്പിൽ നിന്ന്, ചാനലിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേക്കാം. നമുക്ക് എഴുന്നേറ്റ് നടക്കാം. ഇതാ ഉണ്ണിയെ തേടി ആട്ടിടയന്മാർ പോയ സ്ഥലത്തേക്ക്, ഉണ്ണിയെ തേടി രാജാക്കന്മാർ തങ്ങളുടെ കയ്യിലുള്ള സമ്മാനങ്ങൾ കൊടുക്കാൻ പോയത്, ആ ഓർമ്മയെ നമുക്ക് വീണ്ടും പുതുക്കാം. നമുക്ക് എഴുന്നേറ്റ് നടക്കാം നമ്മേക്കാൾ ചെറിയവൻ്റെ അടുക്കിലേക്ക്, അവനെ തിരഞ്ഞ് അവന് കൊടുത്ത് നമ്മുടെ മനസ്സിൽ നമുക്ക് സന്തോഷം നിലനിർത്താം. യേശു പറഞ്ഞില്ലേ, ദരിദ്രരെപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടായിരിക്കും. എന്നും നിനക്ക് സന്തോഷം നിലനിർത്താൻ വേണ്ടി, എന്നും നിനക്ക് പങ്കുവെക്കാൻ വേണ്ടി, എന്നും നിനക്ക് ക്രിസ്മസിൻ്റെ നല്ല അനുഭവങ്ങൾ നൽകാൻ വേണ്ടി നിനക്ക് മുമ്പിൽ എന്നും ഒരു ദരിദ്രനുണ്ടാകും കൊടുക്കാൻ, നിനക്ക് കൊടുത്ത് സന്തോഷിക്കാൻ.
സത്യത്തിൽ ദൈവം കൊടുത്ത് സന്തോഷിച്ചവനാണ്. തന്നെ പങ്കുവെച്ച് സന്തോഷിച്ചവനാണ് ദൈവം. അതുകൊണ്ട് ആ ദൈവ സാന്നിധ്യ അനുഭവം നമുക്കുമുണ്ടാവണം. സത്യത്തിൽ ഏദൻ തോട്ടത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്, സായാഹ്നമായപ്പോൾ കാൽപ്പര്യമാറ്റം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം സായാഹ്നത്തിലുണ്ടായെന്ന്. ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഏക സാഹചര്യം ദൈവ സാന്നിധ്യമുള്ള, ദൈവത്തിൻ്റെ സന്തോഷമുള്ളൊരു സ്ഥലത്ത് മാത്രമേ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കൂ. ഒരു പക്ഷിക്ക് ആകാശത്തിൽ ചിറക് ഉണ്ട്, അതിനെ പറക്കാനാണ് ദൈവം കൽപ്പിച്ചയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആകാശത്തിൽ പറക്കാനേ അതിനാവൂ. ഒരിക്കലും ഒരു പക്ഷി നടന്ന് ജീവിക്കാമെന്ന് ചിന്തിച്ചാൽ പ്രിയമുള്ളവന് ജീവിതമുണ്ടാവില്ല. ഒരു മീന് വെള്ളത്തിൽ ജീവിക്കാനാണ് അതിനെ വിട്ടിരിക്കുന്നത്. അതിനെ കരയ്ക്ക് വെച്ചാൽ അധികം സമയത്തിന് മുമ്പ് അത് മരിച്ചു പോകും, അത് നശിച്ചു പോകും. അതുപോലെ മഞ്ഞിൽ വളരുന്ന ചെടികളുണ്ട്, അത് വേനൽക്കാലത്തേക്ക് വന്നാൽ ഉണങ്ങിപ്പോകും. അതുപോലെ വേനലിൽ വളരുന്ന ചെടികളുണ്ട്, മഞ്ഞുകാലത്ത് അത് ഇല പൊഴിച്ച് നശിച്ചു പോകും. അങ്ങനെ ഓരോന്ന് സൃഷ്ടിയെയും ദൈവം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കാനാണ്, വളരാനാണ് സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് ദൈവ സാന്നിധ്യമുള്ള, ദൈവാനുഭവമുള്ള ഒരിടത്ത് മാത്രം ജീവിക്കാൻ വേണ്ടിയാണ്. എന്തേ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെയൊക്കെ ഉള്ളിൽ ഒരു ശൂന്യത? എന്തുകൊണ്ടാണ് സമാധാനമില്ലാതെ മനുഷ്യൻ പരക്കം പായുന്നത്? എല്ലാം നമ്മുടെ കയ്യിലില്ലേ? ഒത്തിരി അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കിയില്ലേ? നല്ല ജോലി വാങ്ങിയില്ലേ? മക്കളെ നന്നായി വളർത്തിയില്ലേ? അവർ നന്നായി പഠിക്കുന്നില്ലേ? എന്നിട്ട് നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ടോ? നമ്മുടെ കയ്യിൽ സന്തോഷമുണ്ടോ? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ചിരിക്കുമ്പോൾ സന്തോഷത്തോടെ ചിരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ജീവിത പങ്കാളിയെ നോക്കി ചിരിക്കാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ടോ? നാം ചിന്തിക്കുക, നമ്മുടെ മാതാപിതാക്കന്മാരുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ ചിരിക്കാൻ നമുക്കാവുന്നുണ്ടോ? കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ പാട്ട് പാടിയില്ലേ, നിങ്ങളെന്തുകൊണ്ടാണ് നൃത്തം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാത്തത്? സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുന്നില്ലേ, ഇതാ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, എന്നിട്ടും നിങ്ങൾക്കെന്താ ചിരിക്കാൻ പറ്റാത്തത്? നിങ്ങൾക്കെന്താ നൃത്തം ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾക്കെന്താ ആഹ്ലാദിക്കാൻ പറ്റാത്തത്? കർത്താവ് ചോദിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഒരു ചോദ്യം കൂടി കർത്താവ് നമ്മോട് ചോദിക്കുന്നുണ്ട്. ഞാൻ വിലാപഗാനം ആലപിച്ചില്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ കരയാത്തത്? എന്തിനേറെ പുൽക്കൂട്ടിൽ നിന്ന് ആരംഭിച്ച ജീവിതം കാൽവറിയിലെ വിലാപഗാനം പോലെ അവസാനിക്കുമ്പോഴും അതോർത്തൊരു കണ്ണുനീരൊഴുക്കാൻ പോലും നമ്മളെ കൊണ്ടാവാത്ത അവസ്ഥ. എത്ര മാറിപ്പോയി മനുഷ്യൻ്റെ മനസ്സ്! ദൈവ സാന്നിധ്യ അനുഭവങ്ങളിൽ ജീവിക്കേണ്ട മനുഷ്യൻ ആ അവസ്ഥയിൽ നിന്ന് മാറിപ്പോയി. സത്യത്തിൽ നമ്മളൊക്കെ സ്വയം നശിക്കുകയല്ലേ, സ്വയം മരിക്കുകയല്ലേ? നമുക്ക് ജീവിക്കാൻ ഒരു സന്ദേശമേ, ഒരു സുവിശേഷ സന്ദേശമേ ക്രിസ്തു പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ കണ്ടു, കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ കണ്ടു, എനിക്ക് വിശന്നപ്പോൾ ആഹാരം തന്നു, ദാഹിച്ചപ്പോൾ കുടിക്കാൻ തന്നു. സത്യത്തിൽ പ്രിയമുള്ളവരെ, നാം ഓർക്കുക, നമ്മളിൽ നിന്നും ക്രിസ്തു ഇത്തരം ചില വാക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് നൽകി നീ സന്തോഷിക്കണം, എനിക്ക് നൽകി നീ ആഹ്ലാദിക്കണം, എന്നെ ഓർത്ത് എന്നെങ്കിലും നീ ഒരു തുള്ളി കണ്ണുനീര് വീഴും. അതെന്നെക്കുറിച്ചല്ല, നിനക്ക് ചുറ്റുപാടുമുള്ള ദരിദ്രനെക്കുറിച്ചാണ്. അതുകൊണ്ട് നമുക്ക് ചുറ്റുപാടുമുള്ള ബലഹീനരെയും കുറവുള്ളവരെയും നമുക്ക് നോക്കാം. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരമ്മ തൻ്റെ മകളെയുമായിട്ട് ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നു. അവർ പറഞ്ഞ്, സത്യത്തിൽ ഞാൻ ഇവിടെ വരുവാനിടയായി തീർന്നത് ഒരു വളരെ ബലഹീനനായ ഒരു ചെറുപ്പക്കാരൻ മൂലമാണ്. അദ്ദേഹം ഇവിടെ എന്നോ വന്നു, ധ്യാനം കൂടിപ്പോയി. അത്ര ശ്രദ്ധേയനല്ലാത്തൊരു ചെറുപ്പക്കാരൻ, വിദ്യാഭ്യാസം തീരെ കുറവ്, വിവാഹമോചനം നേടിയ ചെറുപ്പക്കാരൻ, ഒത്തിരി വ്യക്തിത്വത്തിലെ കുറവുകളുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് തന്നെ അറിയാവുന്ന ചെറുപ്പക്കാരൻ. അയാൾ ആ ഭവനത്തിൽ യാദൃച്ഛികമായി ചെന്നു. അയാൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ അമ്മയും ഈ മകളും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത്ര വലിയ തകർച്ചകളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അവർ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ അഘാതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ജീവിത പങ്കാളി രോഗഭാരം താങ്ങാൻ പറ്റാതെ മരിച്ചു. അതുപോലെ മറ്റൊത്തിരി തകർച്ചകൾ. എന്തായാലും ഈ തകർച്ചകളൊക്കെ, അതുപോലെ കടബാധ്യതകൾ എല്ലാം താങ്ങാനാവാതെ അവർ മരിക്കാൻ തീരുമാനിച്ചത്. ഈ ചെറുപ്പക്കാരൻ അവർക്ക് പ്രതീക്ഷ കൊടുത്തു. അവർ പറഞ്ഞു, ഞാൻ ദൈവം തോന്നിച്ച് വന്നതാണ്. സത്യത്തിൽ അവരെന്നോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ എന്തോ ദൈവിക വെളിപാട് കിട്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ തോന്നുന്നു ശരിയാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത്. ഓർക്കണം, ജീവിതത്തിൽ
വെളിപാടുകൾക്ക് ഒന്നും സാധ്യതകൾ പോലുമില്ലാത്ത ഒരു ചെറുപ്പക്കാരന് ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ അവനും പറയാൻ പറ്റി വെളിപാട്. ആ വെളിപാട് ഒരു കുടുംബത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച്. ഞാൻ അവർക്ക് നല്ലൊരു പ്രതീക്ഷ കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മരിക്കേണ്ട കാര്യമില്ല, മരിക്കാനല്ലല്ലോ ദൈവം നിങ്ങളിവിടെ സെറ്റിച്ചാക്കിയിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കടബാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു, കട കൊടുക്കാനുള്ളവർ പറയുക, ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളപ്പോൾ നൽകും. അതോടൊപ്പം അവർക്ക് ചില മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ഞാൻ അവർക്ക് വാഗ്ദാനം ചെയ്തു. അതോടുകൂടി പറഞ്ഞു, ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ മരിക്കില്ല, ഞങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചു. വളരെ പ്രതീക്ഷയോടെ തിരിച്ചു പോയപ്പോൾ ഞാൻ ഓർത്തു, ഇതാ എത്ര വൈകല്യമുള്ളൊരു ചെറുപ്പക്കാരൻ്റെ, ഒട്ടും വിദ്യാഭ്യാസം അറിവോ ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ക്രിസ്തു സ്നേഹത്തിൽ പ്രചോദനായപ്പോൾ അവനും കിട്ടി വെളിപാട്. ആ വെളിപാട് ഉൾക്കൊള്ളാൻ ഒരു ദരിദ്രയായ സ്ത്രീയും അതിൻ്റെ മകളുമുണ്ടായിരുന്നു. അതവരുടെ ജീവനെയും ജീവിതത്തെയും താങ്ങിപ്പിടിച്ചു. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്, നമുക്കെല്ലാമുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളില്ലാതെ പോയി എന്ന ശൂന്യത. ആ ശൂന്യത മാറ്റാൻ നമുക്ക് സ്നേഹിക്കാൻ തീരുമാനമെടുക്കാം. അതിന് നമ്മുടെ കയ്യിലുള്ളതെന്തോ അത് തുറക്കപ്പെടണം. കയ്യിലുള്ളതെന്തോ തുറക്കപ്പെടണം. സമ്പത്തുള്ളവൻ ആ സമ്പത്തിൽ നിന്ന് ഒരു പങ്ക് എൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ദരിദ്രന് കൊടുക്കുക. ഒരുപക്ഷെ ഉണ്ടെന്ന് ചിന്തിക്കുന്ന ചിലർക്ക് ഇല്ല എന്ന സത്യം നമ്മൾ പോലും അറിയുന്നില്ല. ഒരു നല്ല ഡ്രസ്സ് നമുക്ക് വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കാൻ തീരുമാനിക്കാം. ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് അതില്ലാത്ത ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് ഈ ക്രിസ്മസിന് നമുക്കൊന്ന് പോയി നോക്കാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായൊരു പരിശ്രമം നമുക്കുണ്ടാവട്ടെ. അങ്ങനെ ക്രിസ്മസ് സന്തോഷത്തിൻ്റെ ക്രിസ്മസ് ആകട്ടെ. നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന ആ സന്തോഷം ഒരിക്കലും മാഞ്ഞു പോകാത്ത സന്തോഷമായി നമ്മുടെ നെഞ്ചിലെന്നും കാത്തു സൂക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ, അതൊരടയാളമായ ഒരു ഓർമ്മയായി എന്നും നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ, ആ അടയാളങ്ങൾ കാണുമ്പോൾ അന്ത്യനാളിൽ ഇതാ ക്രിസ്തുവിന് പോലും തിരിച്ചറിയാൻ പറ്റണം, ഇതാ ഇവൻ എന്നെ കണ്ടെത്തിയവനാണ്, ഇവൻ എനിക്ക് ഭക്ഷണം തന്നവനാണ്, ഇവൻ എനിക്ക് കുടിക്കാൻ തന്നവനാണെന്ന് നിന്നെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരടയാളം നിൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ അടയാളം അവശേഷിപ്പിക്കണം. സത്യത്തിൽ ക്രിസ്തു പറഞ്ഞ് അവസാനിപ്പിച്ചത് അങ്ങനെയല്ലേ? സ്നേഹമുള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യ പ്രവേശനമുള്ളെന്ന്. വിധിയുടെ നാളിൽ സ്നേഹമുള്ളവർക്ക് മാത്രം ഇതാ തുറക്കപ്പെട്ടു വച്ചിരിക്കുന്ന ഒരു സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ എന്തിന് കാത്തിരിക്കണം? കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഇപ്പോഴേ അതിനുള്ളിൽ പ്രവേശിച്ചുകൂടെ നമുക്ക്? ഇന്ന് ഒത്തിരി അടയാളങ്ങൾ തേടുന്ന മനുഷ്യരുണ്ട്. എപ്പോൾ കർത്താവ് വരും? സത്യത്തിൽ എന്തേ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള കർത്താവിനെ സ്വീകരിക്കാൻ നമ്മളെ കൊണ്ടാവുന്നില്ല? അതുകൊണ്ട് ഒരുക്കം വേണ്ടത് വരാനിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കിയല്ല, മറിച്ച് നമ്മുടെ കൂടെ വചനമായി നമ്മുടെ ഉള്ളിൽ ജനിക്കാൻ ഇത് ആഗ്രഹിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതുകൊണ്ട് ഈ ക്രിസ്മസ് സന്തോഷത്തിൻ്റെ ക്രിസ്മസ് ആകട്ടെ, ഈ ക്രിസ്മസ് പങ്കുവെക്കലിൻ്റെ ക്രിസ്മസ് ആകട്ടെ. ഈ ക്രിസ്മസ് ഇതാ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പാട്ടുപാടി അവരെ സന്തോഷിപ്പിക്കാനും, മറ്റുള്ളവരുടെ സന്തോഷത്തിൻ്റെ ഗാനങ്ങൾ കേട്ട് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൻ്റെ കണ്ണുനീര് കണ്ട് ഒരിക്കലും മായാത്ത സന്തോഷം നെഞ്ചിൽ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ക്രിസ്മസായി തീരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സംരക്ഷിത ജാതികളിൽ വരുവിൻ, പാടിൻ തനയൻ തൻ ജനന